നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഈസ്റ്ററോടെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ നീക്കം. ഇത് ട്രംപിന്റെ മാസ്റ്റർ സ്ട്രോക്ക്. കരിങ്കടലിൽ വെടിനിർത്തൽ കൈവരിക്കാൻ കഴിയുമോ? ചർച്ചകൾ ഉടൻ. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ ശ്രമങ്ങളെ നടക്കാത്ത കാര്യത്തിന് വേണ്ടി പേരെടുക്കാൻ കാട്ടുന്ന ശ്രമങ്ങളെന്ന് US പ്രതിനിധി വിറ്റ്കോഫ്. US ടെക് കമ്പനികൾക്കുള്ള ഡിജിറ്റൽ സേവന നികുതി കുറച്ച് ട്രംപിനെ പ്രീണിപ്പിക്കരുതെന്ന് കെയർ സ്റ്റാമറിന് മുന്നറിയിപ്പുമായി ലിബറൽ ഡെമോക്രാറ്റുകൾ. UK നടുക്കി വിദ്യാഭ്യാസ വായ്പാ തട്ടിപ്പ്. UK സർവകലാശാല ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക അഴിമതികളിൽ അന്വേഷണവുമായി സർക്കാർ. ഗാസയിലെ ഒരു ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ഹമാസ് രാഷ്ട്രീയ നേതാവിനെ വധിച്ചു. പാലസ്തീൻ ഡോക്ടർമാർ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഹജ്ജ് തീർത്ഥാടനത്തിന് കരിപ്പൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവരിൽ നിന്ന് കഴുത്തറുപ്പൻ നിരക്ക് ഈടാക്കി അധികൃതർ. നോർക്ക റൂട്ട്സ് മുഖേന വിദേശ തൊഴിൽ തട്ടിപ്പ് തടയാൻ നടപടിയെടുക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. പ്രവാസികൾക്ക് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ലഭിക്കും. വാർത്തകൾ വിശദമായി. ഏപ്രിൽ 20 ഈസ്റ്ററോടെ ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിൽ വിശാലമായ വെടിനിർത്തലിനാണ് US ലക്ഷ്യമാക്കുന്നതെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിരുന്നാലും കൈവിന്റെയും മോസ്കോയുടെയും നിലപാടുകൾക്കിടയിൽ നിലനിൽക്കുന്ന വലിയ വിടവ് കണക്കിലെടുത്ത് സമയപരിധി നീളാൻ സാധ്യതയുണ്ടെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. സൗദി കേന്ദ്രമാക്കി പുതിയ വെടിനിർത്തൽ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുമ്പോൾ US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പുരോഗതിക്കായുള്ള പ്രതീക്ഷയിലും എന്നാൽ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് തങ്ങളുടെ നിലപാടുകളിലുള്ള കടുംപിടുത്തത്തിലുമാണ്. ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിൽ വെടിനിർത്തൽ സാധ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള കൂടുതൽ ചർച്ചകൾക്കായി US ഉക്രൈൻ ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തി. തിങ്കളാഴ്ച അമേരിക്കൻ ഉദ്യോഗസ്ഥരും റഷ്യയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. യൂറോപ്പിലെ ഏറ്റവും മാരകമായ സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഞായറാഴ്ച ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. ഞായറാഴ്ച ഉക്രൈനിൽ നിന്നുള്ള നയതന്ത്രജ്ഞരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം തിങ്കളാഴ്ച സൗദി അറേബ്യയിൽ റഷ്യൻ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾക്കായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ കരിങ്കടലിൽ വെടിനിർത്തൽ കൈവരിക്കുക എന്നതാണ് ചർച്ചകളുടെ പ്രാഥമിക ലക്ഷ്യമെന്ന് വൈറ്റ് ഹൗസ് പറയുന്നു. അതുവഴി കപ്പലുകളുടെ സ്വതന്ത്രമായ ഒഴുക്ക് സാധ്യമാക്കുകയാണ് USന്റെ പ്രധാന ലക്ഷ്യം. കരിങ്കടൽ വെടിനിർത്തലിനെ പിന്തുടർന്ന് ഒരു പൂർണ്ണമായ വെടിവയ്പ് നിർത്തലിലേക്ക് ചർച്ചകൾ നീങ്ങുമെന്നും ഈ പാതയുടെ തുടക്കത്തിൽ മാത്രമാണ് എന്നും US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. ഉക്രൈനിലെ സമാധാന സേനാംഗങ്ങളെ അണിനിരത്താനുള്ള UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ ശ്രമങ്ങളെ നടക്കാത്ത കാര്യത്തിന് വേണ്ടി പേരെടുക്കാൻ കാട്ടുന്ന ശ്രമങ്ങളെന്ന് വിറ്റ്കോഫ് തള്ളിക്കറഞ്ഞു. നമ്മൾ എല്ലാവരും വിൻസ്റ്റൺ ചർച്ചിലെ പോലെ ആയിരിക്കണം എന്ന് UK പ്രധാനമന്ത്രിയും മറ്റ് യൂറോപ്യൻ നേതാക്കളും ചിന്തിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ആശയമെന്ന് അദ്ദേഹം പറഞ്ഞു. US ടെക് കമ്പനികൾക്കുള്ള ഡിജിറ്റൽ സേവന നികുതി കുറയ്ക്കുന്നതിനൊപ്പം UKയിലെ വൈകല്യ ആനുകൂല്യങ്ങളും പൊതുമേഖലാ ജോലികളും വെട്ടിക്കുറച്ചു. അമേരിക്കൻ പ്രസിഡന്റിനെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് കെയർ സ്റ്റാമറിന് മുന്നറിയിപ്പ് നൽകി ലിബറൽ ഡെമോക്രാറ്റുകൾ. ലേബറിന് അതിന്റെ ധാർമ്മികത നഷ്ടപ്പെടുകയാണെന്നും അത് എലോൺ മസ്കിനെയും ട്രംപിനെയും പ്രീണിപ്പിക്കാൻ വികലാംഗരെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണെന്നും ലിബറൽ ഡെമോക്രാറ്റുകൾ മുന്നറിയിപ്പ് നൽകി. മെറ്റ, ആമസോൺ എന്നിവയുൾപ്പെടെയുള്ള US കമ്പനികളെ ബാധിക്കുന്ന UKയുടെ പ്രതിവർഷ £1 ബില്യൺ ഡിജിറ്റൽ സേവന നികുതിയെക്കുറിച്ച് തുടരുന്ന ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ് ഞായറാഴ്ച സ്ഥിരീകരിച്ചിരുന്നു. ഇതുവഴി ബ്രിട്ടീഷ് ടീമിനുള്ള ട്രംപിന്റെ 25% താരിഫ് പിൻവലിക്കുമെന്നും റേച്ചൽ റീവ്സ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് കരിപ്പൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവരിൽ നിന്ന് കഴുത്തറുപ്പൻ നിരക്ക് ഈടാക്കാൻ അധികൃതർ. അമിത നിരക്ക് ഒഴിവാക്കാൻ ആയിരക്കണക്കിന് തീർത്ഥാടകർ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മാറാൻ അപേക്ഷ നൽകി. കരിപ്പൂരിൽ നിന്ന് പുറപ്പെടുന്നവർ 1,35,828 രൂപയാണ് നൽകേണ്ടത്. അതേസമയം കണ്ണൂരിൽ നിന്ന് യാത്ര നിരക്ക് 94,248 രൂപയും കൊച്ചിയിൽ നിന്ന് 93,231 രൂപയുമാണ്. കണ്ണൂരിനെ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്നുള്ള തീർത്ഥാടകർ 41,580 രൂപയാണ് അധികം നൽകേണ്ടി വരുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് 516 പേർക്ക് കൂടി അവസരമുണ്ടെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് കരിപ്പൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് മാറാൻ 1200-ലധികം തീർത്ഥാടകരാണ് അപേക്ഷ സമർപ്പിച്ചത്. ഞായറാഴ്ചയായിരുന്നു ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന അവസരം.
UK സർവകലാശാല ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക അഴിമതികളിൽ അന്വേഷണവുമായി സർക്കാർ. UKയിലെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് ദശലക്ഷക്കണക്കിന് പൗണ്ട് വിദ്യാർത്ഥി വായ്പകൾ തട്ടിയെടുക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളെക്കുറിച്ച് അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജറ്റ് ഫിലിപ്സൺ പൊതുമേഖലാ തട്ടിപ്പ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. വായ്പ ലഭിക്കുന്നതിന് മാത്രമായി ചെറിയ കോളേജുകളിൽ ബിരുദ കോഴ്സിൽ ചേരുകയും വായ്പ തിരിച്ചടയ്ക്കാതിരിക്കുകയും സ്ഥിരമാക്കിയ ചില വ്യക്തികളുടെ തെളിവുകൾ കണ്ടെത്തിയതായി സൺഡേ ടൈംസിൽ വന്ന ഒരു റിപ്പോർട്ടിനെ തുടർന്നാണിത്. ആരോപണങ്ങളോടുള്ള സർക്കാരിന്റെ പ്രതികരണം ഏകോപിപ്പിക്കുന്നതിനും ഇതിനകം നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ബ്രിജറ്റ് ഫിലിപ്സൺ കൗണ്ടർ ഫ്രോഡ് വിദഗ്ധരോട് ആവശ്യപ്പെട്ടു. ആശുപത്രിയിൽ ബോംബിട്ട് ഹമാസ് നേതാവിനെ വധിച്ച് ഇസ്രായേൽ. ഗാസയിലെ നസേർ ആശുപത്രിയിലാണ് ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയത്. ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗമായ ഇസ്മായിൽ ബിർഹോമാണ് വധിക്കപ്പെട്ടത്. സംഭവം ഹമാസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യമാക്കിയായിരുന്നു തങ്ങളുടെ ആക്രമണമെന്ന് ഇസ്രായേലും വ്യക്തമാക്കി. കൊല്ലപ്പെട്ടയാൾ ഹമാസിന്റെ പ്രധാന തീവ്രവാദിയായിരുന്നെന്നും അവർ അറിയിച്ചു. ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ വിഭാഗത്തിലാണ് ആക്രമണം നടന്നതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ചൊവ്വാഴ്ച ഖാൻ യൂനിസിൽ വെച്ചുണ്ടായ വ്യോമാക്രമണത്തിൽ ഇസ്മായിൽ ബർഹോം ഗുരുതര പരിക്കേറ്റ് നാസർ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഇസ്മായിൽ ബിർഹോമിന്റെ വീട് ലക്ഷ്യമാക്കിയായിരുന്നു അന്ന് വ്യോമാക്രമണം നടന്നത്. ഇതിന് പിന്നാലെയാണ് ഞായറാഴ്ച ആശുപത്രി ആക്രമിച്ച് ഇസ്രായേൽ ഹമാസ് നേതാവിനെ വധിച്ചത്. 5ഓളം പേർ ഈ ആക്രമണത്തിൽ മരിച്ചു. നിരവധി പേർക്ക് പൊള്ളലേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. 4 നിലകളുള്ള ആശുപത്രിയിൽ ഇസ്മായിൽ ബർഹോം ചികിത്സയിലായിരുന്ന ഭാഗം മാത്രമാണ് ഇസ്രായേൽ തകർത്തത്. ദക്ഷിണ കൊറിയയുടെ ഭരണഘടനാ കോടതി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഹാൻ ഡക് സുവിന്റെ ഇംപീച്ച്മെന്റിനെതിരെ ആക്ടിംഗ് പ്രസിഡന്റായി അദ്ദേഹത്തിന്റെ സ്ഥാനം പുനഃസ്ഥാപിക്കുന്നതിനും വിധി പ്രസ്താവിച്ചു. കോടതി ഇംപീച്ച്മെന്റ് റദ്ദാക്കിയതിനെ തുടർന്ന് ദക്ഷിണ കൊറിയയുടെ ഹാൻ ഡക് സുവിനെ ആക്ടിംഗ് പ്രസിഡന്റായി പുനഃസ്ഥാപിച്ചു. കഴിഞ്ഞ വർഷം അവസാനം സൈനിക നിയമ പ്രഖ്യാപനത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ നേതാവ് യൂൻ സൂക് യോളിനെ ഇംപീച്ച് ചെയ്തതിനെ തുടർന്ന് ഹാൻ ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റു. ഹാൻ 2 ആഴ്ചയിൽ താഴെ മാത്രമേ ആ സ്ഥാനത്ത് തുടർന്നുള്ളൂ. ഭരണഘടനാ കോടതിയിലേക്ക് 3 ജഡ്ജിമാരെ കൂടി നിയമിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള പാർലമെന്റുമായി ഏറ്റുമുട്ടിയതിനെ തുടർന്ന് ഡിസംബർ 27-ന് ഇംപീച്ച് ചെയ്യപ്പെടുകയും സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്തു. പ്രതിരോധ ചെലവുകൾക്കായി ഓസ്ട്രേലിയൻ ബജറ്റിൽ $1 ബില്യൺ അധികമായി നൽകുമെന്ന് പ്രതിരോധ മന്ത്രിയും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുമായ റിച്ചാർഡ് മാർലേസ് പ്രഖ്യാപിച്ചു. കൂടാതെ അടുത്ത 4 വർഷത്തേക്ക് ഇതിനകം ആസൂത്രണം ചെയ്തിരുന്ന $9.6 ബില്യൺ പ്രതിരോധ ഫണ്ടും അനുവദിക്കും. പ്രതിരോധ ചെലവ് GDPയുടെ ഏകദേശം 2% നിന്ന് GDPയുടെ 2.3% കൂടുതലായി വർദ്ധിപ്പിക്കുന്നതിന് ദശകത്തിൽ $50 ബില്യൺ അധികമായി ചെലവഴിക്കുമെന്ന് കഴിഞ്ഞ വർഷം ലേബർ പാർട്ടി പറഞ്ഞിരുന്നു. വൈദ്യുതി സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് അടച്ചുപൂട്ടേണ്ടി വന്ന ഹീത്രോ വിമാനത്താവളം 2 ദിവസത്തിന് ശേഷം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി. പടിഞ്ഞാറൻ ലണ്ടനിലെ ഹെയ്സിലെ സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് വെള്ളിയാഴ്ച യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളത്തിൽ 1000-ലധികം വിമാനങ്ങൾ റദ്ദാക്കി. ശനിയാഴ്ച വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചു. 2,50,000-ലധികം യാത്രക്കാർ വിമാനത്താവളം ഉപയോഗിച്ചതായി അധികൃതർ പറഞ്ഞു. ഞായറാഴ്ചയും നിരവധി വിമാനങ്ങൾ പറന്നുയർന്നതിൽ നേരിയ കാലതാമസമുണ്ടായി. വൈദ്യുതി മുടക്കം അന്വേഷിക്കാൻ ഊർജ്ജ സെക്രട്ടറി എസ് മിലിബാൻഡ് നാഷണൽ എനർജി സിസ്റ്റം ഓപ്പറേറ്ററോട് ഉത്തരവിട്ടു. വിമാനത്താവളത്തിന്റെ പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിനുള്ള പദ്ധതികളുടെ ആന്തരിക അവലോകനം മുൻ ഗതാഗത സെക്രട്ടറി റൂത്ത് കെല്ലി നടത്തും. സ്ക്രിപ്റ്റൺ ഗ്രൂപ്പ് ബിൽഡിംഗ് സൊസൈറ്റി പ്രസിദ്ധീകരിച്ച ഒരു ഹോം അഫോർഡബിലിറ്റി ഇൻഡെക്സ് റിപ്പോർട്ടിൽ ബ്രിട്ടനിലെ ഏറ്റവും കുറഞ്ഞ വിലയുള്ള 10 പ്രദേശങ്ങളിൽ 6 എണ്ണം വെയിൽസിലാണെന്ന് കണ്ടെത്തി. എന്നാൽ ഇവിടങ്ങളിൽ ആദ്യമായി വീട് വാങ്ങാൻ ഏറെ ബുദ്ധിമുട്ടാണെന്ന് നേരിടേണ്ടി വരുന്നത്. ഗ്രേറ്റ് ബ്രിട്ടനിലെ ഏറ്റവും കുറഞ്ഞ 7ാമത്തെ ശരാശരി വരുമാനമുള്ള കൗണ്ടി ആണെങ്കിലും റിപ്പോർട്ട് അനുസരിച്ച് വെയിൽസ് പ്രദേശത്ത് താമസിക്കുന്നവരിൽ 3%-ൽ താഴെ പേർക്ക് മാത്രമേ ഇവിടെ ആദ്യമായി വാങ്ങാൻ കഴിയൂ. ആദ്യമായി വീട് വാങ്ങുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയതായും വെയിൽസ് ഹെൽപ്പ് ടു ബൈ വെയിൽസ് പദ്ധതി വിപുലീകരിച്ചതായും വെയിൽസ് സർക്കാർ പറഞ്ഞു. ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് വെയിൽസിലെ ഏറ്റവും കുറഞ്ഞ വിലയുള്ള പ്രദേശങ്ങളാണ് സെറഡിജിയനും പവീസും എന്ന് കണ്ടെത്തി. ചാൻസലർ റേച്ചൽ റീവ്സ് അവതരിപ്പിച്ച നികുതി വർധന ലണ്ടനിലെ ബിയർ വിലയും വർദ്ധിപ്പിച്ചു. ഫ്രോണ്ടിയർ ഇക്കണോമിക്സിന്റെ ഗവേഷണം അനുസരിച്ച് അടുത്ത മാസം ഒരു പൈന്റ് ബിയറിന്റെ ശരാശരി വില 4.80 പൗണ്ടിൽ നിന്ന് 5.01 പൗണ്ടിൽ എത്തും. ഏപ്രിലിൽ പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന നികുതി വർധനവ് നികത്താൻ വില ഉയർത്തുകയല്ലാതെ ബ്രിട്ടീഷ് ബിയർ ആൻഡ് പബ് അസോസിയേഷൻ പറഞ്ഞു. ദേശീയ മിനിമം വേതനത്തിലെ വർധനവ്, ദേശീയ ഇൻഷുറൻസ് നിരക്കുകളിലെ വർധനവ് എന്നിവ കാരണം പബ്ബുകൾക്ക് വലിയ ചിലവുകൾ നേരിടേണ്ടി വരും. കുവൈറ്റിൽ പഴകിയ മത്സ്യം കണ്ടെത്തിയ 11 മത്സ്യ സ്റ്റോളുകൾ പൂട്ടിച്ചു. മനുഷ്യ ഉപഭോഗത്തിന് അനുയോജ്യമല്ലാത്ത മത്സ്യം പ്രദർശിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ്
മുബാറക്കിയ മാർക്കറ്റിലെ 11 മത്സ്യ സ്റ്റോളുകൾ പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അടച്ചുപൂട്ടിയത്. ഒമാനിൽ ചെറിയ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. പൊതു സ്വകാര്യ മേഖലയ്ക്കുള്ള അവധിയാണ് പ്രഖ്യാപിച്ചത്. മാർച്ച് 30-നാണ് പെരുന്നാളെങ്കിൽ ഏപ്രിൽ 1 വരെയായിരിക്കും അവധി. ബുധനാഴ്ച മുതൽ പ്രവൃത്തി ദിവസമായിരിക്കും. വാരാന്ത്യ ദിവസങ്ങൾ ഉൾപ്പെടെ 5 ദിവസം ലഭിക്കും. ബെസ്റ്റ് ഫിനാൻഷ്യൽ സെന്റർ ഇൻഡെക്സിന്റെ 37ാമത്തെ പതിപ്പിൽ ആഗോളതലത്തിൽ കുവൈറ്റ് 80-ാം സ്ഥാനത്ത് 672 പോയിന്റ് നേടി റാങ്കിങ്ങിൽ 11 സ്ഥാനങ്ങൾ താഴേക്കിറങ്ങിയ കുവൈറ്റ് അറബ് ലോകത്ത് 7ാമതും ഗൾഫിൽ അവസാന സ്ഥാനത്തുമാണ്. കൺസൾട്ടിംഗ് സ്ഥാപനമായ വൈസൻ ഗ്രൂപ്പും ചൈന ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ് പട്ടിക തയ്യാറാക്കിയത്. ഓൺലൈൻ സർവേയിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് സാമ്പത്തിക സേവന പ്രൊഫഷണലുകളിൽ നിന്നുള്ള ഡേറ്റയും സർവേ ഫലങ്ങളും ഉപയോഗിച്ച് 119 സാമ്പത്തിക കേന്ദ്രങ്ങളെ സൂചിക വിലയിരുത്തുന്നു. നികുതി വിവരങ്ങളും സൗദി സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയെ തത്സമയം ഓൺലൈനായി അറിയിക്കേണ്ട ഈ ഇൻവോയ്സിംഗ് സംവിധാനത്തിന്റെ 22ാം ഘട്ടം ഈ വർഷം ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31-നുള്ളിൽ സ്ഥാപനങ്ങളുടെ ഇലക്ട്രോണിക് ഇൻവോയ്സിംഗ് സംവിധാനങ്ങൾ അതോറിറ്റിയുമായി ബന്ധിപ്പിക്കണം. 2022, 23, 24 വർഷങ്ങളിൽ വാർഷിക വിറ്റുവരവ് 10 റിയാൽ കൂടുതലുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇത് ബാധകം. ഒരിടവേള. തിരികെ വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. പ്രശസ്ത ഗാന്ധിയനും സാമൂഹിക പ്രവർത്തകയുമായ പസല കൃഷ്ണഭാരതിയുടെ നിര്യാണത്തിൽ അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 92 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിലെ വസതിയിലായിരുന്നു അന്ത്യം. മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്ര നിർമ്മാണത്തിനായി ജീവിതം സമർപ്പിച്ചയാളാണ് പസല കൃഷ്ണഭാരതിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ജമ്മു കശ്മീരിലെ കത്വയിൽ കഴിഞ്ഞ ദിവസം തീവ്രവാദികളും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ രൂക്ഷമായ വെടിവയ്പിൽ 7 വയസ്സുള്ള പെൺകുട്ടിക്ക് പരിക്ക്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ നില തൃപ്തികരമാണ്. വെടിവയ്പ്പിനിടെ ഭീകരർ ഒരു സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതായാണ് സൂചന. രാത്രിയിൽ നിർത്തിവച്ചിരിക്കുന്ന തെരച്ചിൽ രാവിലെ പുനരാരംഭിക്കുമെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഇനി കേരള ഹൈലൈറ്റ്സ്. നോർക്ക റൂട്ട്സ് മുഖേന വിദേശത്ത് നല്ല നിലയിൽ തൊഴിൽ സാധ്യതകൾ നടന്നു വരുന്നതിനിടെ വിദേശ തൊഴിൽ തട്ടിപ്പ് തടയാൻ നടപടിയെടുക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. പ്രവാസികൾക്ക് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ലഭിക്കും. സർ, ഇതിൽ ഒട്ടേറെ വിദേശ രാഷ്ട്രങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ പദ്ധതി എന്ന നിലക്ക് സംസ്ഥാനത്തുള്ളവരെ ഇതുപോലൊരു ഔദ്യോഗിക ഏജൻസി മുഖേന റിക്രൂട്ട് ചെയ്യുന്നതിൽ പല രാജ്യങ്ങളും നല്ല താല്പര്യമാണ് പ്രകടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ വലിയ തോതിലുള്ള ഓഫറുകൾ പലയിടങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നോർക്ക റൂട്ട്സ് മുഖേന വിദേശത്ത് നല്ല നിലയിൽ തൊഴിലവസരങ്ങൾ ലഭിക്കാനുള്ള പദ്ധതി വിപുലീകരിക്കാനൊരുങ്ങി കേരള സർക്കാർ. ഭാഷാ പഠനത്തിനുള്ള സൗകര്യങ്ങളും ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. സർ, ഇവിടെ വിപുലപ്പെടുത്താൻ തന്നെയാണ് പദ്ധതി. അതിൻ്റെ ഭാഗമായി ഒരു പ്രശ്നം വരുന്നത് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ഭാഷ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഭാഷാ പഠനത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ കൂടുതൽ എളുപ്പത്തിൽ ആ രാജ്യങ്ങളിൽ ജോലി ലഭിക്കാനിടയാകും. അതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 111.10 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 85.94 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 93.62 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.29 US ഡോളർ. ഇനി സ്പോർട്സ്. ന്യൂസിലൻഡിനെതിരായ T20 പരമ്പരയിലെ 4ാം മത്സരത്തിൽ പാകിസ്ഥാൻ 115 റൺസിന്റെ കൂറ്റൻ തോൽവി. 221 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് പാകിസ്ഥാൻ 16.2 ഓവറിൽ 105 റൺസിന് ഓൾ ഔട്ടായി. 44 റൺസെടുത്ത അബ്ദുൾ സമദും 24 റൺസെടുത്ത ഇർഫാൻ ഖാനും മാത്രമാണ് പാക് നിരയിൽ 2 അക്കം കടന്നത്. ന്യൂസിലൻഡിനായി ജേക്കബ് ഡഫി 4-ഉം സാക്രെ ഫോക്സും 3 വിക്കറ്റ് വീഴ്ത്തി. 4ാം മത്സരത്തിലെ ജയത്തോടെ 5 മത്സര T20 ന്യൂസിലൻഡ് 3-1 സ്വന്തമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈസ്റ്ററോടെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ നീക്കം. ഇത് ട്രംപിന്റെ മാസ്റ്റർ സ്ട്രോക്ക്. കരിങ്കടലിൽ വെടിനിർത്തൽ കൈവരിക്കാൻ കഴിയുമോ? ചർച്ചകൾ ഉടൻ. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ ശ്രമങ്ങളെ നടക്കാത്ത കാര്യത്തിനു വേണ്ടി പേരെടുക്കാൻ കാട്ടുന്ന ശ്രമങ്ങളെന്ന് US പ്രതിനിധി വിറ്റ്കോഫ്. US ടെക് കമ്പനികൾക്കുള്ള ഡിജിറ്റൽ സേവന നികുതി കുറച്ച് ട്രംപിനെ പ്രീണിപ്പിക്കരുതെന്ന് കെയർ സ്റ്റാമറിന് മുന്നറിയിപ്പുമായി ലിബറൽ ഡെമോക്രാറ്റുകൾ.
UK നടുക്കി വിദ്യാഭ്യാസ വായ്പാ തട്ടിപ്പ്. UK സർവകലാശാല ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക അഴിമതികൾ അന്വേഷണവുമായി സർക്കാർ. ഗാസയിലെ ഒരു ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ഹമാസ് രാഷ്ട്രീയ നേതാവിനെ വധിച്ചു. പാലസ്തീൻ ഡോക്ടർമാർ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഹജ്ജ് തീർത്ഥാടനത്തിന് കരിപ്പൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവരിൽ നിന്ന് കഴുത്തറുപ്പൻ നിരക്ക് ഈടാക്കി അധികൃതർ. നോർക്ക റൂട്ട്സ് മുഖേന വിദേശ തൊഴിൽ തട്ടിപ്പ് തടയാൻ നടപടിയെടുക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. പ്രവാസികൾക്ക് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ലഭിക്കും. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.